ഹായ് ഹായ് ഹായ്. നമ്മൾ 5ാം ക്ലാസ്സുകാർ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിരിക്കേണ്ട എല്ലാ കാര്യത്തെയും നമ്മൾ ഈ ഒറ്റ വീഡിയോയിൽ കുറഞ്ഞ നേരം കൊണ്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പോവാട്ടോ. നമുക്ക് വരയ്ക്കാനുള്ള ചോദ്യങ്ങളാണ് ഒരുപാട് നമ്മൾ ഒന്നാമത്തെ പാഠത്തിലെടുത്ത്. എന്തായാലും എല്ലാ എക്സാമിനും ആ പാഠത്തിൽ ഒരു ചോദ്യം ഷുവറാണ് വരയ്ക്കാനുള്ളത് അല്ലേ. അപ്പൊ പാഠത്തുനിന്ന് എന്താണെങ്കിലും ചോദിക്കാൻ വേണ്ടി പോകുന്ന സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഇതേ ചോദിക്കുള്ളൂ എന്ന രൂപത്തിലുള്ള കുറച്ച് വരയ്ക്കാനുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെട്ടാലോ. ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് എപ്പോഴും എക്സാമിന് ചോദിക്കുക. അപ്പൊ നമുക്ക് അതൊക്കെ പെട്ടെന്ന് വരയ്ക്കാൻ വേണ്ടി നോക്കാം. ഏറ്റവും ആദ്യം ഈ ഒരു ചിത്രം ആശയം കാണിച്ചിട്ടാണ്. ഇതെങ്ങനെ വരയ്ക്കാനുള്ള കാര്യം നമുക്ക് നോക്കിയാലോ. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ചാപ്റ്ററിന്റെ പേരെന്താണ്? വരകളും വട്ടങ്ങളും അല്ലെ, ലൈൻ ആൻഡ് സർക്കിൾസ് എന്നാണ്. അപ്പൊ ലൈൻസും സർക്കിളും ഒക്കെ ഉപയോഗിച്ചിട്ട് മാത്രമേ ഈ ചിത്രം നമ്മൾ വരയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. വെറുതെ വരച്ചാല് നമുക്ക് മാർക്ക് കിട്ടൂല. ലൈൻസും സർക്കിളൊക്കെ ഉപയോഗിച്ചിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫുൾ മാർക്ക് ടീച്ചർ ഇട്ട് തരും. അപ്പൊ അതെങ്ങനെ സർക്കിളും ലൈൻസും ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ചിത്രം വരയ്ക്കാം, ആ കാര്യം നമുക്ക് പെട്ടെന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് ഏറ്റവും ആദ്യം മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് നമ്മളെ കോമ്പസ് ആവശ്യമുണ്ട്, പിന്നെ നമ്മുടെ സ്കെയിലും ആവശ്യമുണ്ട്. ഈ രണ്ട് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പാഠത്തിലുള്ള എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ വേണ്ടി കഴിയും. നമ്മൾ പാഠത്തിന്റെ പേരെന്താ? ലൈൻസ് ആൻഡ് സർക്കിൾസ്. അപ്പൊ ലൈന് വരയ്ക്കാനുള്ള സ്കെയിലും സർക്കിൾ വരയ്ക്കാനുള്ള കോമ്പസും എല്ലാം എടുത്ത് വെക്കാം കേട്ടോ. മാഷം കോമ്പസ് എടുക്കാൻ വേണ്ടി പോവാണേ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ആദ്യ ചിത്രം വരച്ചു തുടങ്ങാം. ഇവിടെയാണ് നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. മാഷ് കോമ്പസ് എടുത്തിട്ടുണ്ട്. ഈ ടൂൾ നമ്മൾ വിളിക്കുന്ന പേരാട്ടെ കോമ്പസ്. അതിന്റെ മറ്റേ അറ്റത്ത് നമ്മൾ പെൻസിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കണേ. പിന്നെ അതുപോലെ നമ്മൾ സ്കെയിലും എടുത്തിട്ടുണ്ട്. മാഷ് പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള രണ്ട് ടൂൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ചിത്രം വരച്ചു തുടങ്ങണം അല്ലേ. ആ ചിത്രം വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും ആദ്യം ഉണ്ടല്ലോ ഒരു വട്ടം വരയ്ക്കണം. വട്ടം വരയ്ക്കാൻ എല്ലാവർക്കും അറിയാലോ. നമ്മൾ എന്താ വട്ടം വരയ്ക്കാൻ വേണ്ടി ചെയ്യാം? കോമ്പസിന്റെ കൂർത്ത ഭാഗം സ്കെയിലിന്റെ 0-ൽ കൊണ്ടുവെക്കും. എന്നിട്ട് ഇങ്ങനെ പെൻസിൽ നീട്ടി 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 സ്കെയിൽ നമുക്ക് ഇഷ്ടമുള്ള അളവ് കോമ്പസിൽ എടുക്കും അല്ലേ. മാഷ് എന്ത് ചെയ്യാൻ വേണ്ടി പോവാ? 2 സെന്റിമീറ്റർ എടുക്കാൻ വേണ്ടി പോവാ. 2 സെന്റിമീറ്റർ എടുക്കാൻ വേണ്ടിട്ട് കൂർത്ത ഭാഗം കോമ്പസ് കൂർത്ത ഭാഗം മാഷ് 0-ൽ വെച്ചിട്ടുണ്ട്. സ്കെയിലിന്റെ പെൻസിൽ 2-ൽ വെച്ചു. അപ്പൊ കോമ്പസ് സ്കെയിലിൽ എത്ര സെന്റിമീറ്റർ മാഷ് എടുത്തത്? ആ കൂർത്ത ഭാഗം മുതൽ പെൻസിൽ വരെ ഉള്ളത് 2 സെന്റിമീറ്റർ ആണ്. മാഷ് കോമ്പസിൽ 2 സെന്റിമീറ്റർ എടുത്തത്. അപ്പൊ 2 സെന്റിമീറ്റർ കോമ്പസ് എടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ വട്ടങ്ങൾ വരച്ചു തുടങ്ങണം അല്ലേ. അപ്പൊ കോമ്പസിന്റെ കൂർത്ത ഭാഗം നോട്ട്ബുക്കിൽ ഇങ്ങനെ അമർത്തി വെച്ച് മാഷ് ഏറ്റവും ആദ്യത്തെ വട്ടം വരച്ചു. കണ്ടോ? അപ്പൊ കോമ്പസ് കൂർത്ത ഭാഗം അമർത്തി വെക്കുക. പിന്നെ മുകൾ ഭാഗത്ത് പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ ഒരു വട്ടം കിട്ടും കേട്ടോ. ഇനിയും വട്ടം വരയ്ക്കണം മാഷ്. അടുത്ത വട്ടം എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് അറിയോ? അടുത്ത വട്ടം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ വരച്ച വട്ടം ഉണ്ടല്ലോ, ആ വട്ടത്തിന്റെ നടുഭാഗത്ത് നമ്മൾ പെൻസിൽ കൊണ്ടുവെക്കാം. കണ്ടോ? മാഷ് എന്ത് ചെയ്തു? ഇപ്പൊ വരച്ച വട്ടത്തിന്റെ നടുഭാഗത്ത് മാഷ് പെൻസിൽ കൊണ്ടുവച്ചു. കണ്ടോ? അതെന്താ കാര്യം? കാരണം ആ വട്ടത്തിന്റെ നടുവിലൂടെ പോകുന്ന രൂപത്തിൽ ഒരു വട്ടം കൂടെ മാഷ് വരയ്ക്കണം. നടുവിലൂടെ പോകുന്ന രൂപത്തിൽ വട്ടം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോമ്പസിന്റെ അളവൊന്നും മാറ്റരുത്. അളവ് മാറിക്കഴിഞ്ഞാൽ ഉത്തരം തെറ്റും. അപ്പൊ ആദ്യം നമ്മൾ വട്ടം വരച്ചിട്ടുള്ള അതേ അളവ് കോമ്പസ് എടുത്തിട്ട് നമ്മൾ പെൻസിലിന്റെ നടുഭാഗം വട്ടത്തിന്റെ നടുവിൽ കൊണ്ടുവെക്കാം. മാഷ് കൊണ്ടുവച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് എന്നിട്ട് വീണ്ടും നമ്മൾ കോമ്പസ് ഇങ്ങനെ കറക്കി 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 വീണ്ടും ഒരു വട്ടം വരയ്ക്കാം. വീണ്ടും ഒരു വട്ടം വരച്ചു. അപ്പൊ ആദ്യം വരച്ച വട്ടത്തിന്റെ മറ്റേ ഭാഗത്താണ് മാഷ് ഇപ്പൊ പുതിയൊരു വട്ടം വരച്ചത്. ഇനി ആദ്യം വരച്ച വട്ടത്തിന്റെ അടുത്ത വലതു ഭാഗത്ത് ഞാൻ വീണ്ടും ഒരു വട്ടം വരയ്ക്കാൻ വേണ്ടി പോവാണ്. വലതുഭാഗത്ത് വരയ്ക്കുന്ന വട്ടത്തിൽ ഇപ്പൊ വരച്ച പോലെ തന്നെ ആദ്യം വരച്ച വട്ടത്തിന്റെ നടുവിലൂടെ പോകുന്ന രൂപത്തിൽ മാഷ് കിട്ടണം. അപ്പൊ ഏത് വട്ടത്തിന്റെ നടുവിലൂടെ പോകുന്ന രൂപത്തിലാണ് വട്ടം വരയ്ക്കേണ്ടത്. ആ ഭാഗത്ത് നമ്മുടെ പെൻസിൽ കൊണ്ടുവെക്കുക. മാഷ് കൊണ്ടുവച്ചു. കണ്ടോ? മാഷ് പെൻസില് ഇങ്ങനെ കോമ്പസ് ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് വീണ്ടും വട്ടത്തിന്റെ നടുഭാഗത്ത് കൊണ്ടുവച്ചു. ഇനി ഞാൻ വീണ്ടും എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന വട്ടത്തിന്റെ നടുഭാഗത്ത് നമ്മൾ പെൻസിൽ കൊണ്ടുവച്ചതിന് ശേഷം വീണ്ടും ഇതേപോലെ നമ്മുടെ കോമ്പസ് കറക്കി 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 മാഷ് വീണ്ടും ഒരു വട്ടം വരച്ചു. ഇപ്പൊ എനിക്ക് എത്ര വട്ടങ്ങൾ കിട്ടി? 1, 2, 3 വട്ടങ്ങൾ കിട്ടിയില്ലേ. മാഷ് ഇത് നിറം കൊടുത്തിട്ട് ഭംഗിയാക്കട്ടെ. നിങ്ങളുടെ കയ്യിലുള്ള ചിത്രം എനിക്ക് ഇതുപോലെ നിറം കൊടുത്ത് ഭംഗിയാക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെ അടുത്തടുത്ത് വരുന്ന രൂപത്തില് 3 വട്ടങ്ങൾ വരയ്ക്കുക. നമ്മൾ ആദ്യം വരച്ച വട്ടത്തിന്റെ നടുവിലൂടെ പോകുന്ന രൂപത്തിലായിരിക്കണം അതിന്റെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും വരയ്ക്കുന്ന പുതിയ വട്ടങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇനി മാഷ് നിറം കൊടുക്കാൻ വേണ്ടി പോവാണേ. മാഷ് ആ ചിത്രം നിറം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല പച്ച നിറാട്ടം മാഷ് കൊടുത്തത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആദ്യത്തെ ചിത്രം ഓർമ്മയുണ്ടോ?
ആ ചിത്രത്തിലോട്ടാണ് നമുക്ക് ഇതിനെ എത്തിക്കേണ്ടത്. ആ ചിത്രം ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചു തരാം. ഈ ചിത്രമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ ഈ ചിത്രത്തിലോട്ടാണ് നമുക്ക് ഈ 3 വട്ടങ്ങൾ എത്തിക്കേണ്ടത്. ഏറ്റവും ആദ്യം ഈ ചിത്രത്തിന് പുറത്തുള്ള ഈ ഷേപ്പ് കണ്ടോ, ഇത് നമ്മൾ വരയ്ക്കാൻ വേണ്ടി പോവാണ്. ഈ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതുപോലെ 3 വട്ടങ്ങൾ ആവശ്യം. അതെങ്ങനെ ആ ഷേപ്പ് ഈ 3 വട്ടങ്ങൾ വെച്ചിട്ട് വരയ്ക്കാന്നറിയോ? മാഷ് വീണ്ടും ആ 3 വട്ടങ്ങൾ എടുക്കാൻ വേണ്ടി പോവാണ്. 3 വട്ടങ്ങൾ എടുത്തു. ഈ ചിത്രത്തില് ആദ്യത്തെ വട്ടത്തിന്റെ നടുഭാഗം കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വര നീട്ടി വരയ്ക്കുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വര നീട്ടി വരയ്ക്കുന്നു, അവിടെ നിന്ന് മൂന്നാമത്തെ വട്ടത്തിന്റെ നടുവിലോട്ട് ഈ വര നീട്ടുന്നു, ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുന്നു, ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുന്നു, ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുന്നു. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഷേപ്പ് കിട്ടുമല്ലോ അല്ലെ. ആദ്യത്തെ വട്ടത്തിന്റെ നടുവിൽ നിന്ന് മാഷ് എന്ത് ചെയ്യാൻ വേണ്ടി പോവാം? സ്കെയിൽ ഉണ്ടെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് തന്നെ വരയ്ക്കണേ. മാഷ് സ്കെയിൽ എടുത്ത് കാണിച്ചടാ. സ്കെയിൽ എടുത്തു. സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാം? സ്കെയിൽ ഇങ്ങനെ കറക്കി ആദ്യത്തെ വട്ടത്തിന്റെ നടുഭാഗത്ത് നിന്ന് നമ്മള് ആദ്യത്തെ വട്ടവും ഈ വട്ടവും കൂട്ടിമുട്ടുന്ന ഈ ഭാഗത്തോട്ട് ആദ്യത്തെ വട്ടത്തിന്റെ നടുഭാഗത്ത് നിന്ന് മാഷ് ഒരു വര നീട്ടി വരയ്ക്കാൻ വേണ്ടി പോവാണ്. സ്കെയിൽ വെച്ചിട്ട് മാഷ് ഒരു വര നീട്ടി വരച്ചു. കണ്ടോ? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 2 വട്ടങ്ങളും കൂട്ടിമുട്ടുന്ന ഈ ഭാഗത്ത് നിന്ന് ഈ 2 വട്ടങ്ങളും കൂട്ടിമുട്ടുന്ന ഈ ഭാഗത്തോട്ട് വീണ്ടും സ്കെയിൽ വെച്ചിട്ട് ഒരു വര നീട്ടി വരയ്ക്കണം. മാഷ് സ്കെയിൽ വീണ്ടും എടുക്കാൻ വേണ്ടി പോവാണ്. അത് നേരെ വെച്ചു. ആദ്യത്തെ 2 വട്ടങ്ങൾ കൂട്ടിമുട്ടുന്ന ഭാഗത്ത് നിന്ന് ലാസ്റ്റത്തെ അവസാനം വരുന്ന ഈ 2 വട്ടങ്ങളും കൂട്ടിമുട്ടുന്ന ഈ ഭാഗത്തോട്ട് ഞാൻ വീണ്ടും നീട്ടി വരച്ചു. അങ്ങനെ സ്കെയിൽ വെച്ച് തുടർന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഷേപ്പ് കിട്ടൂലേ? ഇത് നോക്കിക്കോ. പക്ഷെ ഇങ്ങോട്ട് നീട്ടി വരച്ചു, ഇങ്ങോട്ട് നീട്ടി വരച്ചു, ഇങ്ങോട്ട് നീട്ടി വരച്ചു, ഏറ്റവും അവസാനമായിട്ട് ഇങ്ങോട്ട് നീട്ടി വരച്ചു. കിട്ടി നമ്മുടെ ഷേപ്പ്. ഈ ഷേപ്പാണ് നമുക്ക് വരയ്ക്കാൻ വേണ്ടി നോക്കിയത്. ഈ ചിത്രം ഒന്ന് മാഷി നിറം കൊടുത്ത് ഭംഗിയാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നിറം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് ചിത്രത്തിലോട്ടാണ് എത്തിക്കേണ്ടത് കാര്യങ്ങൾ മറന്നു പോകരുത്. ഇതിലോട്ടാണ് എത്തിക്കേണ്ടത്. നമുക്ക് ഈ ചിത്രത്തിലോട്ടാണ് അതിനെത്തിക്കേണ്ടത് അല്ലെ. ഇനി ഈ ചിത്രത്തിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ഈ പുറംഭാഗത്തുള്ള ഈ ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ആരൊക്കെ വരയ്ക്കാനുള്ളത്? ഈ പുറംഭാഗത്തിന്റെ ഷേപ്പ് വരച്ചതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഈ ഭാഗത്തോട്ടും ആ ഭാഗത്തോട്ടും ഒരു വര നീട്ടി വരച്ചിട്ട് അത് രണ്ടും കൂടെ ഇങ്ങനെ കൂട്ടിമുട്ടിച്ച് ഇതുപോലൊരു ട്രയാങ്കിൾ, ഒരു ത്രികോണം വരയ്ക്കണം. അതുപോലെ തിരിഞ്ഞിട്ടുള്ളത് ഇവിടുന്ന് ഇങ്ങോട്ടൊരു വരയും അവിടുന്ന് ഇങ്ങോട്ടൊരു വരയും നീട്ടി വരച്ചു. ആ 2 അറ്റവും കൂട്ടിമുട്ടിച്ചിട്ട് രണ്ടാമത്തെ ത്രികോണം കൂടെ നമുക്ക് വരയ്ക്കണം. അങ്ങനെ 2 ത്രികോണങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പ് കംപ്ലീറ്റ് ആവും അല്ലെ. പെട്ടെന്ന് വരച്ചു നോക്കിയാലോ എങ്ങനെയാ വരയ്ക്കേണ്ടത്? ഈ ഷേപ്പ് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതില് ആദ്യത്തെ 2 വട്ടങ്ങളും കൂട്ടിമുട്ടുന്ന ഈ ഭാഗത്ത് നിന്ന് ആ 2 വട്ടങ്ങളും കൂട്ടിമുട്ടുന്ന ഈ ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഷേപ്പിന്റെ ഈ മൂല തൊടാതെ നമ്മൾ അടുത്ത മൂലയിലോട്ട്, ഈ ഷേപ്പിൽ ഏതൊക്കെ മൂലയുള്ളത്? ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു മൂലയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ മൂല വരുന്നത് അല്ലെ. നമ്മൾ ഒരു മൂല തൊടാതെ അവിടുന്ന് ഒന്നിട വിട്ടിട്ട് ഒരു വര ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാം. നീട്ടി വരയ്ക്കുന്നേ, ഒന്നിട വിട്ട് ഇങ്ങോട്ട് ഒരു വര നീട്ടി വരയ്ക്കുന്നു. സ്കെയിൽ വെച്ച് വരയ്ക്കണേ, അല്ലെങ്കിൽ വളഞ്ഞു പോകും. മാഷിന് സ്കെയിൽ വെക്കാതെ നേരെ വരയ്ക്കാൻ കഴിയുന്നോണ്ടാണ്. അതുപോലെ ഇവിടെ നിന്നും ഈ മൂല തൊടാതെ ഒന്നിട വിട്ടിട്ട് നമ്മൾ ഇങ്ങോട്ടൊരു വര നീട്ടി വരയ്ക്കുന്നു. ഇങ്ങോട്ടൊരു വര നീട്ടി വരച്ചു. ആദ്യം വരച്ച വരയുടെയും നമ്മൾ അവസാനം വരച്ച വരയുടെയും ഈ 2 അറ്റങ്ങളും കൂടെ കൂട്ടിമുട്ടിച്ച് നോക്കിയാല് നമുക്ക് വേണ്ട ഏറ്റവും ആദ്യത്തെ ട്രയാങ്കിൾ നമുക്ക് കിട്ടി അല്ലേ. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇനി 2ാമത്തെ വട്ടവും 3ാമത്തെ വട്ടവും കൂട്ടിമുട്ടുന്ന ഈ അറ്റുണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ ഇതേപോലെ തന്നെ ഒന്നിട വിട്ടിട്ട് ഇങ്ങോട്ടൊരു വര നീട്ടി വരയ്ക്കുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വര നീട്ടി വരയ്ക്കുന്നു. 2ന്റെയും അറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നു. നമുക്ക് വേണ്ട ഷേപ്പ് റെഡി അല്ലേ. ഇനി നിറം കൊടുത്ത് ഭംഗിയാക്കി കഴിഞ്ഞാല് നമ്മുടെ ഏറ്റവും ആദ്യത്തെ രൂപത്തിലോട്ട് സിമ്പിൾ ആയിട്ട് എത്തിക്കാൻ വേണ്ടി കഴിയും അല്ലേ. ഇനി മാഷ് ഒരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. നമ്മൾ ഈ ഷേപ്പ് നമ്മൾ വരച്ചു അല്ലേ. ഈ ഷേപ്പ് നമുക്ക് പല പല രൂപങ്ങളും ഇനിയും വരയ്ക്കാൻ വേണ്ടി കഴിയും. നമുക്കിത് ഈ ഷേപ്പ് ഇങ്ങനെ ഒരു രൂപത്തിലോട്ടും അതിനെത്തിക്കാൻ വേണ്ടി കഴിയും. അതെങ്ങനെ ആ ഷേപ്പ് ഇങ്ങനെ രൂപത്തിലോട്ട് എത്തിക്കാം? അത് മാഷ് പെട്ടെന്ന് കാണിച്ചതാ കേട്ടോ. ഇതുവരെയുള്ള ഭാഗം നമ്മൾ വരച്ചു.
ഇനി ഈ ഷേപ്പിൽ നമ്മൾ ഈ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വരയ്ക്കാൻ വേണ്ടി കഴിയും കേട്ടോ. നമ്മൾ കോമ്പസിന്റെ കൂർത്ത ഭാഗം ഇവിടെ വെച്ചിട്ട് ആദ്യത്തെ വട്ടത്തിന്റെ നടുഭാഗം ഉണ്ടല്ലോ ഇങ്ങോട്ട് നമ്മൾ രണ്ടാമത് വരച്ച വട്ടത്തിന്റെ നടുഭാഗത്തിലൂടെ പോകുന്ന രൂപത്തിൽ ഇങ്ങനെ ഈ ഭാഗത്തോട്ട് ഒരു പകുതി വട്ടം വരയ്ക്കാം. പകുതി വട്ടം വരയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. മാഷി ഈ പകുതി വട്ടം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഏത് അളവാ എടുത്തതെന്ന് അറിയോ? നമ്മൾ ഏറ്റവും ആദ്യം വട്ടം വരച്ചല്ലോ അല്ലെ, ഈ 3 വട്ടങ്ങൾ നമ്മൾ ഒരേ അളവിലാണ് വരച്ചത് അല്ലെ, അതേ അളവ് തന്നെ നമ്മൾ കോമ്പസ് എടുത്തിട്ട് വേണം നമ്മൾ ഇങ്ങോട്ടൊരു വട്ടം വരയ്ക്കാൻ. അതേ അളവ് നമ്മൾ കോമ്പസ് എടുത്തിട്ട് കോമ്പസ് കൂർത്ത ഭാഗം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആദ്യത്തെ വട്ടത്തിന്റെ നടുഭാഗത്ത് നിന്ന് രണ്ടാമത്തെ വട്ടത്തിന്റെ നടുഭാഗത്തിലൂടെ പോകുന്ന രൂപത്തിൽ ഇങ്ങോട്ടൊരു വര നീട്ടി വരയ്ക്കാൻ വേണ്ടി കഴിയും കേട്ടോ. അപ്പൊ അങ്ങനെ വട്ടം വരയ്ക്കണമെങ്കിൽ അതേ അളവ് തന്നെ കോമ്പസ് എടുക്കണം. ഈ 3 വട്ടങ്ങൾ നമ്മൾ ഏത് അളവിലാണ് വരച്ചത് അതേ അളവ് തന്നെ കോമ്പസ് എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ടൊരു വട്ടം വരയ്ക്കുന്നത്. ആദ്യത്തെ വട്ടത്തിന്റെ നടുഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നു, ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടും വരയ്ക്കുന്നു. ഇങ്ങോട്ടാണ് നടുവിലൂടെ പോകുന്ന രൂപത്തിൽ ഈ ഭാഗത്തോട്ടും വട്ടം നീട്ടി വരയ്ക്കണം. അതുപോലെ അപ്പൊ നമ്മൾ ആദ്യത്തെ വട്ടത്തിന്റെ നടുഭാഗത്ത് നിന്ന് ഈ ഭാഗത്തോട്ടും പകുതി വട്ടം വരച്ചു അല്ലെ. ഇതുപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ വട്ടത്തിന്റെയും നടുഭാഗത്തു നിന്ന് ചെയ്യാം. ഈ ഭാഗത്ത് നിന്ന് ആദ്യത്തെ വട്ടത്തിന്റെ നടുഭാഗത്തിലൂടെ പോകുന്ന രൂപത്തില് ഇങ്ങനെ വട്ടം വരയ്ക്കുന്നു. അവിടെ തന്നെ ആദ്യത്തെ നടുഭാഗത്തിലൂടെ പോകുന്ന രൂപത്തിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വട്ടം വരച്ചു നോക്കിയും നമ്മുടെ ചിത്രം ഇല്ലാവും. പെട്ടെന്ന് കാണിച്ചു കേട്ടോ. മൂന്നാമത്തെ വട്ടത്തിന്റെ നടുഭാഗത്ത് നിന്ന് ആദ്യത്തെ വട്ടത്തിന്റെ ആദ്യം വരച്ച നടുവിലുള്ള വട്ടത്തിന്റെ നടുഭാഗത്തിലൂടെ പോകുന്ന രൂപത്തില് ഇങ്ങോട്ട് ഒരു പകുതി വട്ടം വരയ്ക്കുന്നു. അതേ ഭാഗത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലൂടെ പോകുന്ന രൂപത്തില് ആദ്യത്തെ വട്ടത്തിന്റെ നടുഭാഗത്തിലൂടെ പോകുന്ന രൂപത്തിലുമായിട്ട് ഇങ്ങോട്ട് ഒരു പകുതി വട്ടം വരയ്ക്കുന്നു. അപ്പൊ നമുക്ക് വേണ്ട ചിത്രം റെഡി. കണ്ടോ, ഒരു ഭംഗിയുള്ള പൂവ് പോലുള്ള ഒരു ഷേപ്പ് കൂടെ നമുക്ക് വരയ്ക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് കോമ്പസിന്റെ കൂർത്ത ഭാഗം ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും കൂർത്ത ഭാഗം ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ടുമാണ് ഇത് വരയ്ക്കുന്നത്. അതുപോലെ കൂർത്ത ഭാഗം ഇവിടെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടും കൂർത്ത ഭാഗം ഇവിടെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടും ഒരു വട്ടം വരയ്ക്കാൻ വേണ്ടി കഴിയും. ഇതൊന്ന് സ്വന്തമായിട്ട് വരച്ചു നോക്കാം കേട്ടോ. ഈ 2 ഷേപ്പും